അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് അങ്ങനെ നമ്മുടെ അരികിലെത്തി. ഇന്ന് രാത്രിയിൽ എല്ലാവരും ഈശോയുടെ ജനനത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവരൊക്കെ രാത്രിയിൽ ഹോളി മാസിന് പങ്കെടുക്കണം കേട്ടോ. ഇവിടെ ഈ വചനം എന്താ പറയുന്നത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പരിശുദ്ധ അമ്മയെയും കൊണ്ട്, അല്ലേ, നിറവയറുമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കൊണ്ട് സമയമായ സമയത്ത് അർദ്ധരാത്രിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവ് ഓരോ വീടുകളും കയറി മുട്ടുകയാണ്. ഒരു വീടും തുറന്നില്ല. അവസാനം ഒരു കാലിത്തൊഴുത്ത് കർത്താവ് ജനിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ഉടയവനായ, നമ്മൾ പറയാറുണ്ട്, രാജാക്കന്മാരുടെ രാജാവ്, നേതാക്കന്മാരുടെ നേതാവ്, ശക്തനായ അധിപൻ, അല്ലേ, യൂദാഗോത്രത്തിലെ സിംഹം, ഇങ്ങനെയൊക്കെ യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ രക്ഷകൻ, പാപവിമോചകൻ, സൗഖ്യദായകൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ ലോകം സൃഷ്ടിച്ച ദൈവം തന്നെയായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ജനിക്കാൻ ഒരിടം കിട്ടിയില്ല. അവൻ ജനിച്ചത് കാലിത്തൊഴുത്തില്ല, അവൻ മരിച്ചത് കാൽവരി കുരിശിൽ. ഇന്ന് രാത്രിയിൽ വിശുദ്ധ ബലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ണീശോ ജനിച്ച ആ സമയം ഒന്ന് നമ്മൾ ധ്യാനിക്കണം. വിശുദ്ധ ഔസേപ്പ് പിതാവ് കയറി ഇറങ്ങിയ വാതിലുകൾ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും അവർക്ക് സത്രത്തിൽ സ്ഥലം കിട്ടാതിരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും ചിലപ്പോൾ നമുക്ക് സ്പേസ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ തളർന്നു പോകരുത്. നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വാതിൽ തുറക്കപ്പെടുന്നത് വരെ വിശുദ്ധ ഔസേപ്പ് പിതാവ് മുട്ടിക്കൊണ്ടിരുന്നത് പോലെ ഓരോ വാതിലും നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പ്രകാരം പറയുന്നത്, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ സകലടഞ്ഞ വാതിലുകളും ഈ വചനത്താൽ കർത്താവ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.